ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് CM സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഉറപ്പായും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേഗം പഠിച്ചെടുക്കാം. എല്ലാവരും റെഡിയല്ലേ? നോക്കൂ, ടീച്ചർ എന്ന് പറയുന്ന ഓരോ കാര്യവും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായും വരും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ പോയിന്റും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലങ്ങ് ഉറപ്പിക്കണം. നമുക്കൊരുമിച്ച് പഠിച്ച് ഈ സ്കോളർഷിപ്പ് വാങ്ങാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും ബേസിക്കായ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വിവരങ്ങളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ പോകാം. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കണേ. ഇതാണ് ആദ്യത്തെ പോയിന്റ്. നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ട ദിവസം 1956 നവംബർ 1. നമ്മൾ കേരളപ്പിറവി ദിനമായി ആഘോഷിക്കുന്ന അതേ ദിവസം. ഈ തീയതിയും വർഷവും പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനമാണ്. മറന്നുപോലെ. ഈ വർഷം, അതായത് 1956, മറന്നുപോകാതിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ മതി. 56 നമ്മുടെ കേരളം പിറന്ന വർഷം. ഒന്നുകൂടി പറഞ്ഞേ, 56 നമ്മുടെ കേരളം പിറന്ന വർഷം. ഇനി മറക്കില്ല അല്ലേ? ഇനി അടുത്തത് നോക്കാം, നമ്മുടെ കേരളത്തിന്റെ ആകെ വിസ്തീർണം. ഇതൊരു കണക്കാണ്, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളിത് പഠിക്കണം. സ്ക്രീനിലേക്ക് നോക്കിക്കേ. 38,863. അതായത് 38,863 ചതുരശ്ര കിലോമീറ്റർ. ഈ നമ്പർ ഒന്ന് ഓർത്തുവയ്ക്കാൻ ശ്രമിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതൊന്ന് കുറിച്ചെടുത്തോളും. ഇത് മിക്കവാറും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ ആകെ എത്ര ജില്ലകളുണ്ട്? അതെ, ശരിയാണ്, 14 ജില്ലകൾ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന നമ്മുടെ 14 ജില്ലകൾ. ഈ എണ്ണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നമ്പറുകൾ പഠിക്കാം. നമ്മുടെ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളുടെ എണ്ണമാണ്. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിയമസഭയിലേക്ക് 140 അംഗങ്ങൾ, ലോക്സഭയിലേക്ക് 20 പേർ, രാജ്യസഭയിലേക്ക് 9 പേർ. ഈ 3 നമ്പറുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കേട്ടോ. അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ലയോ? അത് ആലപ്പുഴയുമാണ്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ഒന്നുകൂടി പറയാം, ഏറ്റവും വലുത് ഇടുക്കി, ഏറ്റവും ചെറുത് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? അത് നമ്മുടെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കിയിലാണ്. പേര് ആനമുടി. അതിന്റെ ഉയരം എത്രയാണെന്ന് കൂടി നമ്മൾ പഠിക്കണം. ശ്രദ്ധിക്കൂ, 2995 മീറ്റർ, 2695 മീറ്റർ. ഈ ഉയരം പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതും ഓർത്തു വെക്കണേ. പുഴകളുടെ നാടാണ് നമ്മുടെ കേരളം, അല്ലേ? ഇവിടെ ആകെ 44 നദികളുണ്ട്. അതിൽ 41 എണ്ണവും പടിഞ്ഞാറോട്ട് അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. എന്നാൽ 3 എണ്ണം മാത്രം കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. ഏതൊക്കെയാണെന്നോ? കബനി, ഭവാനി, പാമ്പാർ. ഈ എണ്ണമൊക്കെ ഓർത്തുവെക്കണം. ഈ 44 നദികളിൽ ഏറ്റവും വലുത്, അതായത് ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏകദേശം 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. അപ്പോൾ ഏറ്റവും ചെറിയ നദി ഏതാ? അത് കാസർഗോഡ് ജില്ലയിലുള്ള മഞ്ചേശ്വരം പുഴയാണ്. ഇതും പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്, ഓർത്തുവെക്കണേ. ഇനി നമുക്ക് കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിക്കാം. അതായത് നമ്മുടെ നാടിന്റെ രൂപം എങ്ങനെയാണെന്ന്. കേരളത്തെ പ്രധാനമായും 3 തിരിക്കാം. ഏതൊക്കെയാണെന്നോ? മലനാട്, ഇടനാട്, പിന്നെ തീരപ്രദേശം. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. കേരളം കിഴക്ക് ഭാഗത്ത് നല്ല ഉയരമുള്ള സഹ്യപർവ്വതത്തിൽ നിന്ന് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട്, അതായത് കടലിന്റെ അടുത്തേക്ക് വരുംതോറും പതിയെ പതിയെ താഴ്ന്നു വരുന്നു. ഇടയ്ക്ക് കുറച്ച് കുന്നുകളൊക്കെയുള്ള ഇടനാട്, അവസാനം പരന്ന കടൽ തീരത്ത്, അതായത് അറബിക്കടലിലെത്തുന്നു. ശരിക്കും പറഞ്ഞാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒരു ചരിവ് പോലെയാണ് നമ്മുടെ കേരളം. അതെ, ഈ പറയുന്നത് പോലെ തന്നെയാണ്. നദികളാണ് നമ്മുടെ നാടിൻ്റെ ജീവനാഡികൾ. ഈ മലകളിൽ നിന്നും കുന്നുകളിൽ നിന്നുമെല്ലാം നമ്മുടെ നാടിന് ജീവൻ കൊണ്ടുവരുന്ന ആരാ? നമ്മുടെ പുഴകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. കേരളത്തിലെ നദികൾ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കേരളത്തിലാകെ എത്ര നദികളുണ്ടെന്നറിയാമോ? ഇതാണ് ഉത്തരം, 44. ഈ നമ്പർ മനസ്സിൽ ഉറപ്പിച്ചോളൂ. 44 നദികളാണ് നമുക്കുള്ളത്. ഈ 44 നദികളിൽ ഒരുവിധം എല്ലാം, അതായത് 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒരു ചരിവാണെന്ന്. അതുകൊണ്ടുതന്നെ മിക്ക നദികളും സഹ്യപർവ്വതത്തിൽ നിന്ന് തുടങ്ങി അറബിക്കടലിലാണ് ചെന്നു ചേരുന്നത്. അപ്പോൾ ബാക്കിയുള്ള 3 എണ്ണമോ? ആ 3 നദികൾ മാത്രം കൂട്ടം തെറ്റി കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായി നോക്കാം.
ഇനി നമുക്ക് നമ്മുടെ പുഴകളിലെ ഏറ്റവും വലിയ ആളെയും ഏറ്റവും ചെറിയ ആളെയും ഒന്ന് പരിചയപ്പെട്ടാലോ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 കിലോമീറ്ററാണ് അതിന്റെ നീളം. എന്നാൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്നോ? അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ്. വെറും 16 കിലോമീറ്റർ മാത്രം. ആ ഒരു വ്യത്യാസം നോക്കിക്കേ. കിഴക്കോട്ടൊഴുകുന്ന ആ 3 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. കബനി, ഭവാനി, പാമ്പാർ. ഈ പേരുകൾ മറന്നുപോകാതിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് കേട്ടോ. ദേ, ഈ ഒരു വാചകം ഓർത്താൽ മതി. കബനി ഭവാനിയെ പാമ്പിനെ കാട്ടി പേടിപ്പിച്ചു. ഇതിലെ ആദ്യത്തെ അക്ഷരങ്ങൾ നോക്കിക്കേ. ക, ഭ, പ. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? ഇനി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു കിടിലൻ പോയിന്റ്. നമ്മുടെ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണെന്നറിയാമോ? അത് കാസർഗോഡ് ജില്ലയിലൂടെയാണ്. ഇതൊന്നോർത്തു വെക്കണേ. നദികളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ഈ നദികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അണക്കെട്ടുകളെക്കുറിച്ചും നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കായലുകളെക്കുറിച്ചും കൂടി നമുക്കറിയണ്ടേ? നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ഡാമുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് മുല്ലപ്പെരിയാർ. 1895ലാണ് ഇത് നിർമ്മിച്ചത്. അതായത് ഒരുപാട് പഴക്കമുള്ളൊരു ഡാമാണിത്. രണ്ടാമത്തേത് ഇടുക്കി ഡാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു കമാന അണക്കെട്ടാണ്. ഒരു ആർച്ച് പോലെ വളഞ്ഞാണിരിക്കുന്നത്. മൂന്നാമത്തേത് മലമ്പുഴ. കേരളത്തിൽ കൃഷിക്കായി ഏറ്റവും കൂടുതൽ വെള്ളം നൽകുന്ന അണക്കെട്ടാണിത്. ഇനി നമുക്ക് കായലുകളിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് കൂട്ടുകാർക്കറിയാമോ? അത് വേമ്പനാട് കായലാണ്. ഈ ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പേര് മറക്കരുത്. പിന്നെ അഷ്ടമുടി കായലും വളരെ പ്രധാനപ്പെട്ട ഒരു കായലാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പണ്ട് നമ്മുടെ കേരളത്തിന് ശരിയായ വഴി കാണിച്ചു തന്ന, വഴികാട്ടുന്ന വെളിച്ചം പോലെ ശോഭിച്ച ചില സാമൂഹിക പരിഷ്കർത്താക്കളെയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ആ വെളിച്ചങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് ശ്രീനാരായണ ഗുരു. കേരളം കണ്ട ഏറ്റവും വലിയൊരു ആത്മീയ ആചാര്യനും അതിലുപരി ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹം. ഇതാണ് ഗുരുവിന്റെ ഏറ്റവും ഫേമസ് ആയ വാചകം. മനുഷ്യന്മാരെ എല്ലാം ഒന്നായി കാണണം. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ആരെയും മാറ്റി നിർത്തരുത് എന്നായിരുന്നു അദ്ദേഹം നമ്മളെല്ലാം പഠിപ്പിച്ചത്. എന്ത് നല്ല മെസ്സേജാണല്ലേ? ഇനി നമ്മളെ പരിചയപ്പെടാൻ പോകുന്നത് അയ്യങ്കാളിയെയാണ്. പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവർക്കും വേണ്ടി ശബ്ദമുയർത്തിയ ഒരു ധീരനായ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ഉറപ്പായും ഓർത്തിരിക്കണം. അതിലൊന്ന് വില്ലുവണ്ടി യാത്രയാണ്. പണ്ടൊക്കെ ചിലർക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആർക്കും എവിടെയും യാത്ര ചെയ്യാമെന്ന് കാണിക്കാൻ അദ്ദേഹം നടത്തിയ ഒരു ചരിത്രയാത്രയായിരുന്നു അത്. പിന്നെ എല്ലാ കുട്ടികൾക്കും, അവർ ആണായാലും പെണ്ണായാലും, സ്കൂളിൽ പോയി പഠിക്കാൻ അവകാശമുണ്ടെന്നുറക്കെ പറഞ്ഞ ആളുകൂടിയായിരുന്നു അയ്യങ്കാളി. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്രധാന വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, നായർ സർവീസ് സൊസൈറ്റി, അതായത് നമ്മൾ കേട്ടിട്ടുള്ള NSS. അത് സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 2, കേരള ചരിത്രത്തിലെ വലിയൊരു സംഭവമായ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തതും ഇദ്ദേഹമായിരുന്നു. സാമൂഹിക പരിഷ്കർത്താക്കളെ നമ്മൾ കണ്ടു. ഇനി ഇന്നത്തെ കേരളം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ചില രാഷ്ട്രീയ നേതാക്കളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കെ കേളപ്പനെയാണ്. ഇദ്ദേഹത്തിന് വളരെ പ്രശസ്തമായൊരു പേരുണ്ട്, ഒരു വിളിപ്പേര്. അതെ, ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്നാണ്. എന്തുകൊണ്ടാണെന്നോ? ഗാന്ധിജിയുടെ ആശയങ്ങൾ പിന്തുടർന്ന് നമ്മുടെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. ഇനി വരുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ്. നമ്മുടെ സ്വന്തം കേരള സംസ്ഥാനമുണ്ടായതിനു ശേഷം നമ്മളെ ആദ്യമായി ഭരിച്ച ആൾ EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസുള്ളൊരു ചോദ്യമാണ്, മറക്കല്ലേ. ഇതുവരെ നമ്മൾ വ്യക്തികളെയാണ് പരിചയപ്പെട്ടത്. ഇനി നമ്മുടെ ചരിത്രത്തിലെ ചില പ്രധാനപ്പെട്ട വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഓർത്തുവെക്കാൻ ഞാനൊരു എളുപ്പവഴി കൂടി പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചോ. 1924 വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടി വൈക്കം സത്യാഗ്രഹം നടന്നു. പിന്നെ 1931 ഗുരുവായൂർ സത്യാഗ്രഹം. 1936 എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാമെന്ന ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. അവസാനം 1956 നമ്മുടെ സ്വന്തം കേരളം രൂപീകൃതമായി. ഈ 1956 ഓർത്തുവെക്കാനൊരു ട്രിക്കുണ്ട്. ഓർക്കാൻ എളുപ്പമാണ്. 56 മലയാളികൾ ഒന്നായ വർഷം. സിമ്പിളല്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ.
ഇനി പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോയെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ഒരു ചെറിയ ക്വിസ്. റെഡിയല്ലേ? ശരി, ഒന്നാമത്തെ ചോദ്യം. കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏതാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. 1947, 1950, 1956, 1960. ആ ട്രിക്ക് ഓർത്തു നോക്കൂ. കിട്ടിയോ? അതെ, ശരിയായ ഉത്തരം 1956 ആണ്. അടുത്ത ചോദ്യം. കേരള ഗാന്ധി എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? ഓപ്ഷൻസ്: അയ്യങ്കാളി, കെ കേളപ്പൻ, EMS നമ്പൂതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻ. ഏതാണുത്തരം? കറക്റ്റ്, കെ കേളപ്പൻ. മൂന്നാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, സി അച്യുതമേനോൻ, പട്ടം താണുപിള്ള, EMS നമ്പൂതിരിപ്പാട്. ശരിയുത്തരം ഏതാണ്? അതെ, EMS നമ്പൂതിരിപ്പാട് തന്നെ. നാലാമത്തെ ചോദ്യം. നായർ സർവീസ് സൊസൈറ്റി, അതായത് NSS സ്ഥാപിച്ചതാരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഓപ്ഷൻസ്: ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്. ഒന്നോർത്തു നോക്കൂ. കിട്ടി, മന്നത്ത് പത്മനാഭൻ. ഇതാ നമ്മുടെ അവസാനത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻസ്: 1924, 1931, 1936, 1956. ആ ടൈം ലൈൻ ഓർമ്മയുണ്ടോ? ശരിയായ ഉത്തരം 1924 ആണ്. ഇന്ത്യയെപ്പറ്റിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്തുവയ്ക്കാം, അല്ലേ? ഈ ഒരു സെഷൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ആദ്യം തന്നെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ആകെ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഇത് ഓർത്തുവെക്കണം കേട്ടോ. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ പ്രത്യേകതകളൊക്കെയുണ്ട്. അപ്പോൾ ഈ 28 സംസ്ഥാനങ്ങൾ മാത്രമല്ല കേട്ടോ, നമുക്ക് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൂടിയുണ്ട്. ഇവ നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ എത്രയായി? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. മറക്കല്ലേ? ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ കുറച്ച് ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? നമ്മുടെ ദേശീയ ചിഹ്നങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മുടെ അഭിമാനത്തിൻ്റെയൊക്കെ അടയാളം. അതാണ് നമ്മുടെ ദേശീയ പതാക, നമ്മുടെ ത്രിവർണ പതാക. എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ പതാക കാണാൻ! ഇതിലെ ഓരോ കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ പതാകയുടെ ഏറ്റവും മുകളിലുള്ള കുങ്കുമനിറം, അത് ധീരതയുടെയും ത്യാഗത്തിൻ്റെയും അടയാളമാണ്. നടുക്കുള്ള വെള്ളനിറം സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. താഴെയുള്ള പച്ചയോ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമൃദ്ധിയും വിശ്വാസവുമാണ് കാണിക്കുന്നത്. പിന്നെ നടുക്കൊരു അശോകചക്രമില്ലേ, അതിന് 24 ആരക്കാലുകളുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡേറ്റ്, ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഈ ഡേറ്റ് മറക്കരുത്, 1947 ജൂലൈ 22. അടുത്തത് നമ്മുടെ ദേശീയ ചിഹ്നമാണ് സിംഹമുദ്ര. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ച ഒരു സ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 4 സിംഹങ്ങൾ 4 ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന രൂപം. അത് നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവുമാണ് കാണിക്കുന്നത്. ഇനി പറയുന്ന കാര്യം, ഇത് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. എന്താണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും തമ്മിലുള്ള വ്യത്യാസം? നോക്കൂ, നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇത് എഴുതിയതാരാണ്? രബീന്ദ്രനാഥ് ടാഗോർ. എന്നാൽ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. അതെഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും. ഇത് രണ്ടും തമ്മിലും മാറിപ്പോകരുത് കേട്ടോ. നമുക്ക് നമ്മുടെ യാത്ര തുടർന്നാലോ? ഇനി നമ്മൾ പോകുന്നത് പ്രകൃതിയിലേക്കാണ്. നമ്മുടെ പ്രകൃതിയിലെ ഏതൊക്കെ ജീവികളും പൂക്കളും മരങ്ങളുമൊക്കെയാണ് ദേശീയ ചിഹ്നങ്ങളായി തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതൊരു അടിപൊളി ലിസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ദേശീയ പക്ഷിയോ? നമ്മുടെ മയില്. ദേശീയ പുഷ്പം താമരയാണ്. ദേശീയ വൃക്ഷം പേരാലാണ്. പിന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ദേശീയ ഫലം, അത് മാങ്ങയാണ്. ഇത് 5ഉം ഓർത്തുവെക്കാൻ എന്തെളുപ്പമാണല്ലേ? അപ്പം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് 2 ചെറിയ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അതിലൊന്ന് നമ്മുടെ ദേശീയ കലണ്ടറിനെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ശകവർഷം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാഷണൽ കലണ്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ശകവർഷം. അതുപോലെ നമ്മുടെ ദേശീയ നാണയം, അത് ഇന്ത്യൻ രൂപയാണ്. രൂപയുടെ ചിഹ്നമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അടിപൊളി. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുപോയി. ഇനി നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് നോക്കിയാലോ? നിങ്ങളുടെ ഓർമ്മശക്തി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. റെഡിയല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. എ ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബി രബീന്ദ്രനാഥ് ടാഗോർ, സി
മുഹമ്മദ് ഇക്ബാൽ. ഏതാണ് ഉത്തരം? ഒന്ന് ആലോചിച്ചു നോക്കൂ. കിട്ടിയോ? അതെ, ശരി ഉത്തരം ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ഓപ്ഷൻസ്: എ 22, ബി 26, സി 24. നമ്മളിത് പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ? യെസ്, ഉത്തരം ഓപ്ഷൻ സി 24ആണ്. മിടുക്കർ. മൂന്നാമത്തെ ചോദ്യം ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? എ സിംഹം, ബി കടുവ, സി ആന. എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണുമല്ലോ അല്ലേ? ഒരു സംശയവും വേണ്ട, ഉത്തരം ബി കടുവ. അടുത്ത ചോദ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? എ 1947 ഓഗസ്റ്റ് 15, ബി 1950 ജാനുവരി 26, സി 1947 ജൂലൈ 22. ഞാൻ പ്രത്യേകം ഓർക്കാൻ പറഞ്ഞ ഡേറ്റാണിത്. ഓർമ്മ വന്നോ? അതെ, കറക്റ്റ് ആൻസർ സി 1947 ജൂലൈ 22. ഈ ഡേറ്റ് മറക്കാനേ പാടില്ല കേട്ടോ. അപ്പോ നമ്മുടെ അവസാനത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? എ റോസ്, ബി താമര, സി സൂര്യകാന്തി. ഏതാണ്? ഒന്നാലോചിച്ചേ. യെസ്, ഉത്തരം ഓപ്ഷൻ ബി താമര. അപ്പോ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയോ? എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു. ഇപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ ഭദ്രമായിട്ടുണ്ടാകും. പരീക്ഷ എഴുതുമ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ CM KIPS സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. നന്നായിട്ട് പരീക്ഷ എഴുതണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.